ഇപ്പൊ പലരും ഒരു പറയുന്ന ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കർമ്മ. അപ്പൊ ഈ കർമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു എനർജി ബാലൻസിങ് ആണോ അല്ലെങ്കിൽ അതൊരു ഡിവൈൻ ജസ്റ്റിസ് ആണോ? ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയാൻ പറ്റില്ല. എനർജി ബാലൻസ് എന്ന് പറയുമ്പോഴും അതൊരു പരിധി വരെ എന്നൊക്കെ പറയാം. കാരണം എനർജി ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നിയമം വേണം, ഇന്നത് ചെയ്താൽ ഇന്ന ശിക്ഷ കിട്ടും. ഇപ്പം എനർജി ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം നമ്മളൊരു തെറ്റ് ചെയ്തു, അതിന് അതേ തിരിച്ചടി കിട്ടുകയാണെന്ന് പറയണത് ആ ചെയ്ത തെറ്റ് അതിൻ്റെ എഫക്റ്റ്. ഇപ്പോൾ നമ്മളൊരാളെ തല്ലി, അയാൾ തിരിച്ചു ചെല്ലാൻ വരാം, അയാൾ പാവാണെന്നുണ്ട് തിരിച്ചു ചെല്ലില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് ശക്തി കിട്ടുമ്പോൾ അയാൾ തിരിച്ചെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അതല്ലാതെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ജസ്റ്റിസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലഘട്ടങ്ങൾ എത്രയോ മാറി, എത്രയോ നിയമങ്ങൾ മാറി. നമ്മളിപ്പോൾ കാണുന്ന നിയമം ആണ് നമ്മൾ വിചാരിക്കുന്നത്, അതിനെ ബേസ്ഡ് അല്ലേ നമ്മൾ കർമ്മ പറയുന്നത്. ഇപ്പോൾ പണ്ടത്തെ നമ്മളൊരു കുറേ വർഷം മുമ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ വേട്ടയാടി ജീവിച്ച കാലഘട്ടത്തിലൊക്കെ കൊലപാതകങ്ങളും മൃഗങ്ങളെ കൊല്ലലും അങ്ങനെ എത്രയൊക്കെയോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇപ്പോൾ എത്ര ഭാര്യമാരുണ്ടാവാം, അതുപോലെ വിവാഹം ഉണ്ടായിരിക്കില്ല, ഇന്നൊരു പെണ്ണായിരിക്കാം, നാളെ വേറെ ആളായിരിക്കാം, മാറി മാറി പോവാം. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നിയമങ്ങൾ മാറുന്നുണ്ടല്ലോ, അതുകൊണ്ട് ദേശകാലാന്തരങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ എന്ത് മനസ്സിനെ ബാധിക്കുന്നോ അതാണ് നമുക്ക് തെറ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ നമ്മൾ വെറുക്കുന്നു, എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, നമ്മൾ വെറുത്തിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴല്ല അത് മാറിയത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാണ്. നമ്മളൊരാളെ കൊല്ലണ സമയത്ത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് തെറ്റാണെന്നുള്ള ചിന്തയുണ്ടാവും. ആ ചിന്ത നമ്മളെ വേട്ടയാടേണ്ടിയിരിക്കുക. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവില്ല, നമുക്ക് എന്തെങ്കിലും ഇതിനുള്ള ഒരു കർമ്മഫലം ലഭിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നടന്നാൽ ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തിരിച്ച് കിട്ടുമ്പോഴും എന്ത് അപകടം സംഭവിക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ തല്ലിയിട്ട് പോകുമ്പോഴൊക്കെ ഇത് അതിനുള്ളത് കിട്ടിയതാണ്, അങ്ങനെ ചിന്തിച്ച് നമ്മൾ കണക്ട് ചെയ്തെടുക്കുകയാണ്. അഥവാ നമുക്ക് ഒരാളെ കൊല്ലുന്നതിന് കൃത്യമായിട്ടൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ വലിയൊരു റീസൺ എടുക്കുക, നമ്മുടെ ബന്ധത്തിൽ അതിൽ ഒരാളെ കൊലപ്പെടുത്ത ഒരാളാണ് നമ്മൾ തിരിച്ച് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിൽ തെറ്റ് തോന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ എത്രയോ ജീവജാലങ്ങളെ ഭക്ഷിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നുള്ള ചിന്ത നമുക്ക് തോന്നില്ല. അത് തെറ്റാണെന്ന് ചിന്തയുള്ള ഒരാൾ ഒരു മൃഗത്തിനെ ഒന്ന് കഴിച്ചു കഴിയുമ്പോഴാവും അയാൾക്ക് കർമ്മഫലം പോലെ അയാൾക്ക് തോന്നണമെന്നും വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും തോന്നലനുസരിച്ചാണ് ശരി തെറ്റുകളും ഈ കർമ്മഫലമൊക്കെ സംഭവിക്കുന്നത്. ഫിക്സഡ് ആയിട്ടൊരു ഡിവൈൻ ജസ്റ്റിസ് ഉണ്ടെന്നോ എല്ലാത്തിനും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോ ഇതായിട്ട് ബന്ധപ്പെടുത്തി എന്നെ ചോദിക്കുകയാണ്, അപ്പൊ നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പൊ ജീവൻ ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പൊ ഇവല്യൂഷൻ ഇത് മാത്രമായിട്ടാണ്? അതെ, നമുക്കിപ്പോൾ സയന്റിഫിക്കലി നോക്കിയാലും അല്ലാത്ത രീതിയിൽ എങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എവല്യൂഷൻ ബേസിലാണ്. അത് പലരും എതിർക്കുന്നു, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എത്രയോ പ്രൂഫുകൾ നമുക്ക് തെളിവുകളൊക്കെ കിട്ടി. അപ്പോൾ ആളുകളെല്ലാതും ഇതിന് ചോദിക്കുന്ന ഒരു കാരണം, അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ മനുഷ്യനായിട്ട് നിൽക്കുന്നു, കോഴിയായിട്ട് നിൽക്കുന്നു, കുരങ്ങായിട്ട് നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ സ്കെയിൽ മനസ്സിലാക്കാറുണ്ട്. നമ്മളിപ്പോൾ 14 ബില്യൺ വർഷത്തിനടുത്തായല്ലോ ഈ ബിഗ് ബാങ്ങിന് ശേഷം. ഈ മനുഷ്യനുണ്ടായിട്ട് 3 ലക്ഷം വർഷത്തോളം ആവുന്നു. അപ്പോൾ നമ്മുടെ റെക്കോർഡ് നമുക്ക് എത്ര കാലത്തെ നമുക്കുണ്ട്? ഇപ്പോൾ മാക്സിമം ഒരു 5000 വർഷത്തെ റെക്കോർഡുകൾ, അതും പ്രോപ്പറല്ല. ഹിസ്റ്ററി മാക്സിമം നമുക്കൊരു 5000 വർഷത്തിലുള്ളതൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 5000 വർഷം കൊണ്ടല്ലല്ലോ എവല്യൂഷൻ നടക്കണേ, ലക്ഷക്കണക്കിന് വർഷവും 10,000 വർഷം എടുത്തിട്ടാണ് മാറ്റം സംഭവിക്കുക. ഇപ്പോൾ ഒരു പാറ എടുക്കുക, ആ പാറയിലേക്ക് മുകളിൽ നിന്ന് ജലം വീഴുക. അപ്പോൾ നമ്മൾ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ പാറയിൽ വെള്ളം വീണ് ഒലിച്ചിറങ്ങിയ പാടുകളും ഇതൊക്കെ കാണിക്കുക. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം ഒരു പാറയിൽ വെള്ളം വീണിട്ട് ഇങ്ങനൊരു താഴ്ചയും കുഴിയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ 100 വർഷം 200 വർഷത്തോളം വെള്ളം വീഴുമ്പോൾ സംഭവിക്കാമല്ലോ, അതിപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ അപ്പം അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഉണ്ടായൊരു കാലഘട്ടങ്ങളോടെടുത്ത് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം തന്നെയാണിത്. ഇപ്പോൾ ശരിക്കും പറയുന്ന ഇത് ലൂക്ക എന്നാണ് പറയുന്നത്, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയും. അതാണ് ലൈഫിൻ്റെ തുടക്കമായിട്ട് ഭൂമിയിൽ പറയുന്നത്.
പക്ഷെ അതിനു മുമ്പ് പല പ്രാവശ്യം ലൈഫ് ഉണ്ടായിന്ന് പറയുന്നുണ്ട്, സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, നശിച്ചുപോയി. ഈ ലൂക്ക എന്ന് പറയുന്ന ഈ ഒരു ജീവൻ ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് ഡെവലപ്പായി വന്നാണ്. നമുക്ക് ചിന്തയിൽ അത് ചിന്തിക്കാൻ എളുപ്പമല്ല, പക്ഷെ അത് ശരിക്കും അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ച് തപ്പി പോകുമ്പോൾ പറഞ്ഞ എല്ലാം കൺവിൻസിങ് ആണ്. അതിനുള്ള എല്ലാ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ലഭിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും എവല്യൂഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഗ്യാരണ്ടി. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സോ എന്തും നോക്കുക, യൂണിവേഴ്സിലുള്ള സോളാർ സിസ്റ്റത്തിലായാലും എവല്യൂഷൻസ് എത്രയ്ക്കോ സംഭവിക്കുന്നു. ഇപ്പോൾ ജൂപ്പിറ്ററിന് എത്ര മൂണുകളുണ്ട്, സാറ്റേണിനുണ്ട്. അപ്പോൾ 100 വർഷം മുമ്പ് ഇത്ര മൂണായിരുന്നോ, വീണ്ടും പുതിയത് വന്നു കയറുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എവല്യൂഷനിൽ പെടുത്താമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ തന്നെ ഇത് കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എവല്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മനുഷ്യനെ നോക്കുക. നമ്മളിപ്പോൾ ഒരു 100 വർഷത്തിൽ എത്ര ഡെവലപ്പായി, ഒരു 500 വർഷത്തിൽ എത്രയായി. നമ്മൾ കാളവണ്ടി കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പം ഈ കാണുന്ന ഈ ഫൈറ്റർ ജെറ്റിലേക്കൊക്കെ എത്ര വർഷം എടുത്തു. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ ഡെവലപ്മെൻ്റ് എവിടേക്ക് പോയി നോക്കുക. അപ്പോൾ ഇത്രയും സ്പീഡിൽ ഇപ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വന്ന മാറ്റം തന്നെ നോക്കുക. നമ്മൾ മുമ്പ് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മൃഗങ്ങൾക്ക്, പട്ടിക്കും പൂച്ചയ്ക്കിനൊക്കെ പനി വരുന്നുണ്ടോ? ഇപ്പോൾ റോട്ടിൽ നടക്കുന്നത്, ഇപ്പോൾ കാട്ടിലുള്ള ജീവികൾ നോക്കുക, ഇവർക്കൊക്കെ പനി വന്ന് നടക്കണമെന്ന് എന്തുകൊണ്ടാണ്? അവർ മഴയും വെയിലും ഒക്കെ കൊണ്ട് നടക്കുകയാണ്. അവരെ കാലിന് മുള്ളു കൊണ്ട് അസുഖം വന്ന് മരിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് കുറവല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ മനുഷ്യനും? നമുക്കും ഇതുപോലെ വീടൊന്നും ഇല്ലാതെ മഴയും വെയിലൊക്കെ കൊണ്ട് നടക്കുകയാണ്. ഇപ്പം എന്താ, ഇത്തിരി വെയിലടിച്ച പ്രശ്നം, സൺസ്ക്രീൻ വേണം. ചെരുപ്പ് ഇടാതെ നടന്ന കാലിൽ ചെറുതെന്തെങ്കിലും തട്ടിയ ഇൻഫെക്ഷനായി, പ്രശ്നമായി. അപ്പോൾ ഇതെന്താ, നമ്മൾ ഇതും ഒരു എവല്യൂഷൻ്റെ ഭാഗമല്ലേ? നമ്മുടെ ശരീരത്തിന് അത്രയും റെസിസ്റ്റൻസ് പവർ നഷ്ടപ്പെട്ടതല്ലേ? അപ്പോൾ ഇത്രയും ചെറിയ കാലഘട്ടത്തിൽ ഇത്രയും മാറ്റം വന്നു. നമുക്കിപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ പോയാൽ സൂര്യാഘാതം ഏൽക്കുന്നു, എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. നമ്മളൊരു വളരെയധികം വ്യത്യസ്തമായൊരു രീതിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തിനൊന്നും മാറ്റങ്ങൾ ബാധിക്കാം. ഇത് ചെറിയ സ്കെയിലിൽ, ഇതിൻ്റെ വലിയ സ്കെയിലിലുള്ള മാറ്റമാണ് ലക്ഷം വർഷം 10,000 വർഷം എടുക്കുമ്പോൾ സംഭവിച്ച് നടന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. ഈ 2012 സിനിമ, ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള വളരെ വിവാദപരമായിട്ടുള്ളൊരു ചർച്ചാ വിഷയമായിരുന്നു ലോകാവസാനം എന്നുള്ളത്. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ലോകാവസാനം എങ്ങനെയായിരിക്കും? ലോകാവസാനം എന്ന് പറയുമ്പോൾ ഇതൊരു സൈക്ലിക് യൂണിവേഴ്സ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ക്രിയേറ്റ് ആവുന്നു, പിന്നെ കുറച്ചു കാലം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ല, അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാറുകളായി, ഗാലക്സികളായി അത് കൂട്ടിയിടിച്ച് പുതിയത് വേറെ ആവുന്നു, ഡിസ്ട്രക്റ്റ് ആവുന്നു, വീണ്ടും ക്രിയേറ്റ് ആവുന്നു. ഒരു സൈക്ലിക് യൂണിവേഴ്സ് ആണെന്നുള്ളത് ഒരു ഉറപ്പിക്കാം നമുക്ക്. അതുപോലെ തന്നെ എങ്ങനെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ പല ഓപ്ഷൻസ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയ ഇതിൽ നമുക്ക് എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ബിഗ് ക്രഞ്ച് എന്ന് നമുക്ക് പറയാം. വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഈ ബിഗ് ക്രഞ്ച് ആയിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം ഒരുപാട് ബ്ലാക്ക് ഹോളുകളാവുന്നു, എന്നിട്ടെല്ലാം അതിലേക്ക് വലിച്ചെടുത്ത് ഈ ബ്ലാക്ക് ഹോളുകൾ മാത്രമാവുമല്ലോ അവസാനം. എന്നിട്ട് ഇതെല്ലാം വീണ്ടും ബ്ലാക്ക് ഹോളുകളുടെ എല്ലാം കൂട്ടി യോജിച്ച് അതെല്ലാം, ഇത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ആ സിംഗുലാരിറ്റിയിലേക്ക് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എല്ലാ ഐറ്റംസും, നമ്മളിപ്പോൾ മനുഷ്യൻ ചെന്നാൽ മനുഷ്യൻ നേരെ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്നല്ല അതിൻ്റെ ഉള്ളിൽ. മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള എല്ലാം സെപ്പറേറ്റഡായി ഏറ്റവും ആ ഒരു പോയിന്റിലേക്ക് ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്, കൂടിച്ചേരുക എന്നുള്ളതാണ് അതിൻ്റെത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളത് മൊത്തം അവസാനം. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റാറുകളെ ബേസ് ചെയ്യണം ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത്. സ്റ്റാറുകളൊക്കെ എന്തായാലും ഒരു കാലഘട്ടം എത്തുമ്പോൾ നിൽക്കുമല്ലോ. അപ്പോൾ അത് നിന്നതിന് ശേഷം ഇതൊക്കെ ബ്ലാക്ക് ഹോൾ ആയതിനു ശേഷം ബാക്കിയുള്ള ബ്ലാക്ക് ഹോളുകളൊക്കെ ഇതിനെ കവർ ചെയ്ത് എല്ലാം പ്രപഞ്ചത്തിലുള്ളത് ഒരു കോമൺ പോയിന്റിലേക്ക് എന്തായാലും എത്തും. അപ്പോൾ എല്ലാ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസും എത്തി അത് അത്രയും ക്രഷായി നിൽക്കുന്ന സമയത്ത് അത്ര എനർജി ഉണ്ടാവും. ആ എനർജിയിൽ ഇതിൽ വീണ്ടും അത് അവിടെ നിന്ന് എക്സ്പാൻഡ് ആവും. അപ്പോൾ വീണ്ടും അടുത്ത യൂണിവേഴ്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ യൂണിവേഴ്സിലെ ലോസൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കുക. ഒരിക്കലും നമ്മളിപ്പോൾ കാണുന്ന നിയമങ്ങൾ ആയിരിക്കണം എന്നില്ല. എലമെൻസ് ആയാലും നമ്മളിപ്പോൾ ഇവിടെ കണ്ടുവരുന്ന നിയമങ്ങളൊന്നും അവിടെ നിന്നില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ഡയമെൻഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഈ കണ്ണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രപഞ്ചം എന്തായിരുന്നു അറിയാൻ പറ്റും? ചെവി കൊണ്ടും സ്മെല്ല് കൊണ്ടും സ്കിന്നുകൊണ്ടൊക്കെ സെൻസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കണ്ണുകൊണ്ടുള്ളൊരു കഴിവ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ കണ്ണില്ലാത്തൊരു കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈ പുറത്തുള്ള ഈ 3 ഡയമെൻഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനും എങ്ങനെ പറ്റും? അപ്പോൾ അതുപോലെ പല സെൻസേഷൻസ് നമുക്കിപ്പോൾ ഇല്ലെങ്കിലോ? അതാണ് അടുത്ത ഡയമെൻഷൻ്റെ
മനസ്സിലാക്കാനും കാണാനുള്ള ഓപ്പണിങ്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കില്ല. പല മൃഗങ്ങൾക്കും രാത്രി കാണാൻ പറ്റുന്നതും 2 കിലോമീറ്റർ അകലെ നിന്ന് കാണാൻ പറ്റുന്ന കണ്ണുള്ളവരും, അതൊക്കെ നമുക്കിപ്പോൾ ബേസിക്കലി നമുക്കുള്ള കാര്യങ്ങളിലുള്ള എക്സ്ട്രാ അഡ്വാൻറ്റേജുകളാണ്. അതല്ലാതെ വേറൊരു തലത്തിൽ വേറൊരു, ഇപ്പോൾ നമ്മുടെ ഈ എക്സ്റേ ഒക്കെ പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ഈ റേസിന് കടന്നു പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കപ്പാസിറ്റി ഉള്ള അങ്ങനത്തെ ഒരു അടുത്ത ഡയമെൻഷൻ, അപ്പോൾ അങ്ങനത്തെ വേറെ ഡയമെൻഷൻ ചുറ്റൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റാത്തതാണ്. നമുക്ക് അതിനുള്ള ഒരു സെൻസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്കില്ല. അപ്പം അങ്ങനെ ഉള്ള വേറൊരു യൂണിവേഴ്സാവും, അങ്ങനെ കഴിവുള്ള മനുഷ്യന്മാർ എന്ത് വേണമെങ്കിലും ഇനി പുതിയതുണ്ടാവാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള അല്ലെങ്കിൽ ഇത്രയത്തെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു മൾട്ടി ടാസ്കിങ് ഒരിക്കലും ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പൊ എങ്ങനെയാണ് എല്ലാ മേഖലകളിലും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രേരക ശക്തി, അത് എന്തായിട്ടാണ്? പ്രധാനമായിട്ടും ഡിസിപ്ലിൻ എന്ന് പറയാം, അതാണ് മെയിൻ. അതിനേക്കാളും പുറമെ ക്യൂരിയോസിറ്റി എന്നും പറയാം. കാരണം ഞാൻ പല മേഖലകളിലെത്തി അന്വേഷിച്ച് പോയിട്ട് തന്നെയാണ് അതിലുള്ള ആഗ്രഹം, എക്സൈറ്റ്മെന്റ്, ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് അന്വേഷിച്ച് ചെന്നെത്തിപ്പെട്ടാണ് പലയിടത്തും. അപ്പോൾ അതിലെ ക്യൂരിയോസിറ്റി എൻ്റെ അതിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ആ മേഖലകളിൽ ഞാൻ നിലനിൽക്കുന്നു. അപ്പോൾ അതൊരു കാരണം. പിന്നെ ആ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടും കൃത്യമായ ഡിസിപ്ലിനിൽ അതെല്ലാം എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരണം എല്ലാവരും പ്രധാന പ്രശ്നം മടിയാണ്. ആ മടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. രാവിലെ കുറേ നേരം കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ കഴിഞ്ഞു. കൃത്യസമയത്ത് എണീക്കുന്നു, നമ്മുടെ അപ്പം തൊട്ടുള്ള നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നു, കുറേ നേരം ഫോണിൽ നോക്കി കിടക്കാണ്ടിരിക്കുക, കുറേ നേരം TV കാണാണ്ടിരിക്കുക, അങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് എല്ലാത്തിനൊരു അടുക്കും ചിട്ട വേണം. അടുക്കും ചിട്ട, ഒരു പ്രോപ്പർ പ്ലാനിങ്ങും എല്ലാത്തിനും അനലൈസ് ചെയ്യുക. ഇപ്പോൾ ലേസി ആയിട്ട് പോവല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് പോകണം എന്ന് വിചാരിക്കുക, നേരെ ഡ്രസ്സുമാർ പോക്ക് പോവല്ല. ആ പ്രോഗ്രാം എത്ര മണിക്ക് തുടങ്ങും? ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണോ അതോ ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആ പ്രോഗ്രാം തുടങ്ങി കഴിയുമ്പോൾ 2-3 മണിക്കൂറാവും. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവും. അതിന് അടുത്ത പരിപാടിക്ക് പോകണം. അടുത്ത പരിപാടി എന്ത്, അതിനുള്ള ഡ്രസ്സ് ഇതാണോ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ തട്ടും തടയിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് പോകാൻ പറ്റും. അതിനെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുക, കറക്റ്റ് അല്ല വന്നിട്ട് കറക്റ്റ് ആയിട്ടെല്ലാം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ എല്ലാം. അതെ, ഒന്ന് മൊത്തം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഒബ്സർവ് ചെയ്യുക എന്നുള്ള ചുറ്റും നമ്മുടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെ നടക്കാൻ പോകുന്നൊക്കെ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് ഡിസിപ്ലിനിൽ പോയാൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടക്കും. അപ്പോൾ ഇത് നമ്മളൊരു കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ആദിത്യനാഥിനെ എങ്ങനെ സെൽഫ് ഡിഫൈൻ ചെയ്യാനായിട്ട്, അതായത് ഒരു ആത്മീയ നിരീക്ഷകനായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ ആയിട്ടാണോ, ഒരു യങ് ഓൺടർപ്രണർ ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര നിരീക്ഷകനായിട്ടാണോ സ്വയം ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ഞാൻ എന്നെ തന്നെ ഒരു അന്വേഷകനായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പലരും എന്നോട് ഈ ഭക്തിമാർഗത്തിൽ പോണ ആളുകളൊക്കെ ചോദിക്കും, ഈ പൂജ കാര്യങ്ങൾ ഇതിലൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കേട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ സയൻസിലും ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ അതിൻ്റെ പിന്നാലെയും പോകുന്നത്, അത് കണ്ണടച്ച് വിശ്വസിക്കുകയാണോ? ഏറ്റവും പ്രശ്നം വരുന്നത് എവല്യൂഷൻ പറയുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എതിർത്ത് പറയാറ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുക? അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, കേൾക്കുന്നതും കാണുന്നതും. ഇപ്പോൾ എല്ലാതും അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി തീരുമാനിക്കുക എന്നുള്ള രീതിയാണ്. അപ്പം അങ്ങനെ ഒരു അന്വേഷകൻ, എനിക്ക് ഒരുപാട് ക്യൂരിയോസിറ്റികൾ വരും. അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ച് പോയി അത് മനസ്സിലാക്കുക, അറിയുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ച് നടന്ന ഒരാളായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത്. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഒരുപാട് സന്തോഷം. എനിക്കും ഒരുപാട് എൻ്റെ ഒരു നോളജ് ലെവൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു എന്താ പറയാ ഒരുപാട് ചർച്ചകളായിട്ട് വീണ്ടും സംവദിക്കാം. നന്ദി.